അതിജീവനത്തിനു വേണ്ടി പലായനം ചെയ്യുന്ന ലക്ഷോപലക്ഷം മൃഗങ്ങളുടെ കഥ. കാലികൾ മേക്കൽ കുലത്തൊഴിലാക്കിയിട്ടുള്ള മസായി ഗോത്രക്കാരുടെ കഥ പറയുന്ന മസായി മാര. വൈൽഡ് ലൈഫ് പ്രേമികളുടെ ഇഷ്ടനഗരമായിട്ടുള്ള മസായി മാരയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. 19-ാം നൂറ്റാണ്ടിൽ സുഡാനിൽ നിന്നും കാലികൾ മേച്ച് കെനിയയിൽ എത്തിപ്പെട്ടിട്ടുള്ള ഗോത്രവംശക്കാരാണ് മസായികൾ. കാലികൾ മേയ്ക്കാൻ ചതുപ്പ് പാടങ്ങളും പുല്ലുകളുമുള്ള കെനിയയുടെ തെക്കേ ഭാഗത്തെ ഇവർ മാര എന്ന് വിളിച്ചു. പിന്നീട് ഈ പ്രദേശം മസായി മാര എന്നറിയപ്പെട്ടു. ഏകദേശം 1510 സ്ക്വയർ കിലോമീറ്ററോളം വിസ്തൃതിയിൽ കെനിയയിലും തൻസാനിയയിലുമായി സിംഹങ്ങളും ആനകളും ചീറ്റകളും സീബ്രകളും വൈൽഡ് അടക്കമുള്ള 90-ലധികം സ്പീഷീസിലുള്ള മൃഗങ്ങൾ ഈ പ്രദേശത്തുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട കാഴ്ച ഇതൊന്നുമല്ല. ലക്ഷോപലക്ഷം വരുന്ന വൈൽഡ് ബീസ്റ്റുകളുടെ സീബ്രകളുടെയും മൈഗ്രേഷനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ച. കെനിയയുടെ ഭാഗമായിട്ടുള്ള മസായി മാരയിൽ നിന്നും തൻസാനിയയുടെ ഭാഗമായിട്ടുള്ള സെറെൻഗെറ്റി നാഷണൽ പാർക്കിലേക്കുള്ള വന്യജീവികളുടെ ഉപജീവനം തേടിക്കൊണ്ടുള്ള യാത്രയാണ് മൈഗ്രേഷൻ. ഏപ്രിൽ മെയ് മാസങ്ങളിലെ മഴയ്ക്ക് ശേഷം തഴച്ചു വളരുന്ന പുൽമേടുകൾ തേടി ഏകദേശം 15 ലക്ഷത്തോളം വരുന്ന വൈൽഡ് ബീസ്റ്റുകളും 4 ലക്ഷത്തോളം വരുന്ന സീബ്രകളും മാര റിവർ താണ്ടി സെറെൻഗെറ്റി നാഷണൽ പാർക്കിൽ നിന്നും മസായി മാരയുടെ അതിർത്തിയിലേക്ക് എത്തുന്നു. അതിജീവനത്തിന് വേണ്ടിയുള്ള ഈ പലായനത്തെയാണ് വൈൽഡ് ബീസ്റ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. മാര റിവർ കടന്നുള്ള യാത്ര അത്ര എളുപ്പമല്ല. അപകടകാരികളായ അനേകായിരം മുതലകളും ഹിപ്പോകളെയും താണ്ടി വേണം ഇവർക്ക് മസായി മാരയിലേക്ക് എത്താൻ. മസായി മാര കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോൾ എങ്ങനെ എത്തണമെന്നതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും കഫ് ആൻഡ് ഡോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മസായി മാര കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയം ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ്. ജൂൺ-ജൂലൈ മാസത്തിൽ തൻസാനിയയിലെ സെറെൻഗെറ്റി നാഷണൽ പാർക്കിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് മസായി മാരയിലെത്തുന്ന മൃഗങ്ങൾ ഓഗസ്റ്റ്-സെപ്റ്റംബർ ലാസ്റ്റോടുകൂടി തിരിച്ച് തൻസാനിയയിലേക്ക് തന്നെ മൈഗ്രേറ്റ് ചെയ്യപ്പെടും. മൈഗ്രേഷൻ കാണാൻ ഈ സമയങ്ങളിൽ എത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ളത് 4 കാര്യങ്ങളാണ്: കെനിയൻ വിസ, എയർ ടിക്കറ്റ്, സഫാരി ബുക്കിംഗ്, ലോഡ്ജ് ബുക്കിംഗ്. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് മസായി മാര വിസിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. കെനിയൻ വിസ ലഭിക്കാൻ കെനിയയുടെ ഓൺലൈൻ പോർട്ടായിട്ടുള്ള evisa.go.ke എന്ന സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏകദേശം $50 ഇതിന് ചാർജ് വരുന്നത്. 30 ദിവസത്തെ വാലിഡിറ്റിയാണ് നമ്മുടെ വിസയ്ക്കുള്ളത്. ഇഷ്യൂ ചെയ്തത് മുതൽ 90 ദിവസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം. അടുത്തതായി താമസവും ട്രക്കിങ്ങുമാണ്. കെനിയയുടെ തലസ്ഥാനമായിട്ടുള്ള നൈറോബിയിലാണ് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. നൈറോബിയിൽ നിന്ന് ഏകദേശം 6 മണിക്കൂറോളം യാത്രയുണ്ട് മസായി മാരയിലേക്ക്. 3 ദിവസത്തെ സഫാരി പാക്കേജിലാണ് ഞാൻ കെനിയയിലെത്തിയിട്ടുള്ളത്. ഗൂഗിളിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഹോട്ടൽ സെലക്ട് ചെയ്തതിന് ശേഷം ട്രിപ്പ് ഏജൻറ്റിനെ അറിയിച്ച ഹോട്ടലും സഫാരിയും അവർ തന്നെ ബുക്ക് ചെയ്തു തന്നു. ബോണ്ടിഫുൾ സഫാരി എന്ന ഏജൻറ്റ് വഴിയാണ് ഞാൻ കെനിയയിലെത്തിയത്. 100% സിൻസിയർ ആയിട്ടുള്ള സർവീസാണ് എനിക്ക് ലഭിച്ചത്. $395, ഏകദേശം 1450 ദിർഹംസ് ആണ് എനിക്ക് ആകെ ഈ സഫാരിക്ക് ചിലവായിട്ടുള്ളത്. നൈറോബിയിൽ നിന്ന് പിക്ക് ചെയ്ത് ലെജൻഡ ഹോട്ടലിലെത്തിച്ച് അവിടെ നിന്നും ഉച്ചഭക്ഷണത്തിന് ശേഷം സഫാരിക്ക് കൊണ്ടുപോയി 2 ദിവസത്തെ ഫുൾ ഭക്ഷണവും അടക്കം തിരിച്ച് നൈറോബിയിൽ തന്നെ ഡ്രോപ്പ് ചെയ്യുന്ന പാക്കേജാണ് 395 എനിക്ക് കിട്ടിയത്. അടുത്തതായി എയർ ടിക്കറ്റാണ്. ദുബായിൽ നിന്ന് എമിറേറ്റ്സും കെനിയൻ എയർവേസും ഷാർജയിൽ നിന്ന് എയർ അറേബ്യയും നൈറോബിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. കെനിയൻ എയർവേസിൻ്റെ എക്കണോമി പാക്കേജ് 600 to 700 ദിർഹംസിന് സിംഗിൾ ടിക്കറ്റിന് നമുക്ക് ലഭിക്കും. നാട്ടിൽ നിന്ന് വരുന്നവർക്ക് മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും എയർ ഇന്ത്യയുടെ ഡയറക്റ്റ് സർവീസ് നൈറോബിയിലേക്ക് ലഭ്യമാണ്. 3 ദിവസത്തെ ട്രിപ്പാണ് എൻ്റെ പാക്കേജിലുള്ളത്. 1ാമത്തെ ദിവസം നൈറോബിയിൽ നിന്ന് അതിരാവിലെ പുറപ്പെട്ട് ഉച്ചയോടുകൂടി മസായി മാരയിലെത്തുന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം ഒരു ചെറിയ ട്രക്കിംഗ്. 2ാമത്തെ ദിവസം രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഫുൾ ഡേ ട്രക്കിംഗ്. ഭക്ഷണവും എല്ലാം ഈ ട്രക്കിങ്ങിനിടയിലാണ്. 3ാമത്തെ ദിവസം മസായി വില്ലേജ് വിസിറ്റ്. അതിനുശേഷം തിരിച്ച് നേരെ നൈറോബിയിലേക്ക് തന്നെ മടങ്ങും. 3 ദിവസത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോകളിലൂടെ പങ്കുവെക്കാം. മസായി മാരയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലോ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടതിൽ ലൈക്ക് ചെയ്യാം. നന്ദി.
age do women, men and women Marry? I mean, They get married starting at 18. 18. A man can marry when he is at 20, but not a must if you are ready. Okay?